പൂഞ്ഞാറിൽ ആകെക്കൂടൊരു ശോകാന്തരീക്ഷമാണ് നിൽക്കുന്നത്. പൂഞ്ഞാറിനെ പൂഞ്ഞാറാക്കിയത് PC ആണ്. ആ PCയെ ജയിലിലേക്ക് വിട്ടപ്പോൾ പൂഞ്ഞാറുകാർക്ക് തൃപ്തിയായോ? പൂഞ്ഞാറുകാർക്ക് അത്ര തൃപ്തിയാവിട്ടില്ല. അവിടെ ചില ആളുകൾക്ക് അതൊരു സന്തോഷവും ചിലപ്പോൾ അവർ ലഡ്ഡു പൊട്ടിച്ച് നോക്കിയിരിക്കും. പൂഞ്ഞാറിൻ്റെ പുലി തന്നെയാണ് PC ജോർജ്. ഏത് കാര്യവും വെട്ടി തുറന്നു പറയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അവിടെ KM മാണിയേക്കാളും കൂടുതലായിട്ട് ആളുകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരെ സഹായിച്ചിട്ടുള്ള ആളാണ്. അത് ജാതി മതമൊന്നും നോക്കാതെ പണ്ട് മുതലേ ഇപ്പോൾ ഇസ്ലാം സമുദായം ഇപ്പോൾ അവിടെ കൂടുതലായിട്ട് കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അവരുടെ അവരുടെ സംഖ്യ അവിടെ വളരെ ഡെമോഗ്രാഫിക് പ്രഷർ അവിടെ കേരളത്തിലെ മറ്റ് പല സ്ഥലങ്ങളിലും എന്ന പോലെ അവിടെ വർദ്ധിച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് ഈ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ഭേദവുമില്ലാതെ പച്ച മനുഷ്യനായി കടന്നു എന്നുകൊണ്ട് അവരുടെ നോമ്പ് തുറ തുടങ്ങിയ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് പരസ്യമായിട്ട് തന്നെ നിങ്ങളുടെ ഈ ഇറച്ചിക്കറി ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കുന്ന കറിയേക്കാൾ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ സ്വന്തം കുടുംബാംഗത്തെ പോലെ ഇരിക്കുകയും എന്ന് മാത്രമല്ല ഓരോരുത്തർക്കും സഹായം, മുസ്ലിങ്ങൾ ഉൾപ്പെടെ സമുദായങ്ങൾക്ക് ഓരോരുത്തർക്കും സഹായം ആവശ്യമുള്ളപ്പോൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അത് കൊടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. നിരവധി പേർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, കോളേജിൽ അഡ്മിഷൻ. അവിടെ തന്നെ ഒരു കുട്ടികളെ മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്കൊക്കെ അഡ്മിഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടുത്തെ അഡ്മിഷൻ പ്രവേശനം കൊടുക്കാൻ വേണ്ടി പരിശീലിപ്പിക്കുന്ന സ്ഥാപനം ബ്രില്യൻറ്റിനേക്കാൾ വലുത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിലൊക്കെ പ്രവേശനം കൊടുക്കുക, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇയാൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും ബിഷപ്പുമാരുമായിട്ട് കലഹിച്ചിട്ടുണ്ട്. അതിനും മടിക്കാത്ത ആളാണ് ഇദ്ദേഹം. നല്ല ധനികനായ ആളാണ് അദ്ദേഹം. അതുകൊണ്ട് ഈ പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങോട്ട് പണം കൊടുത്ത് സഹായിക്കുക, കൈക്കൂലി അങ്ങനെയുള്ള ഇടപാടുകളൊന്നുമില്ല. അഴിമതി എന്ന് പറയുന്നത് ഒട്ടും നിന്നിട്ടില്ല. ഏത് ചടങ്ങിലും പങ്കെടുക്കും. KM മാണിക്ക് കുറച്ച് അഴിമതിയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും ബാധിക്കാത്ത ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അതുകൊണ്ട് തൻ്റെ ഇടമായിട്ട് അസംബ്ലിയിൽ എന്തും KM മാണിയെക്കുറിച്ച് പാലാർ ടയേഴ്സിനെ കുറിച്ച് പരസ്യമായിട്ട് വിമർശിക്കാൻ ധൈര്യപ്പെട്ട ആദ്യത്തെ ആൾ PC ജോർജാണ്. തൻ്റെ ഇടം കാണിച്ച ചുണക്കൂട്ടനാണ് അദ്ദേഹം. പക്ഷേ ഇദ്ദേഹത്തിന് KM മാണിയുടെ കൂടെയാണ് രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൊള്ളരുതായ്മകൾ തുറന്നു പറയാൻ അദ്ദേഹം ഒരിക്കലും മടിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം. മടിക്കുകയില്ല. അങ്ങനെ ആരുടേതായാലും വിളിച്ചു പറയാൻ ഒരു മടിയും കാണിച്ചില്ല. അങ്ങനെ വിളിച്ചു പറഞ്ഞ് ഈ കാര്യവും അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അങ്ങനെ എല്ലാ സത്യങ്ങളും പറയപ്പെടാനുള്ളതല്ല, അപ്രിയ സത്യങ്ങൾ പറയപ്പെടാനുള്ളതല്ല എന്നുള്ള ഈ കാര്യം മറന്നു. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇദ്ദേഹം അവിടെ ഓരോരുത്തരുടെയും ഈ മുസ്ലിം ഭവനങ്ങളിൽ ചെന്ന് എല്ലാവരുടെയും നോമ്പ് തുറക്കൽ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പറയുന്നത്. രാത്രി വരെയും ഇങ്ങനെ പോവുകയാണ്. അത് നല്ല പണിയും കൊടുത്തു. അവരുടെ ഒരു കുറേ SDPIയുടെ ഒക്കെ പ്രചാരം അവിടെ വന്നപ്പോൾ മുസ്ലിം തീവ്രവാദ സംഘടനകൾ പ്രചാരണം നടത്തിയപ്പോൾ ഈ മനുഷ്യർ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് ഇല്ലാതാക്കി. അയൽപക്കക്കാരനാണ്, അവൻ്റെ മതം നോക്കിയല്ലാതെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ എന്ന് പറയുന്നത് മതദ്വേഷവും ജാതിഭേദവും മാത്രമായി അവിടെ ഇക്വേഷൻസ്. ഒരു ഡിവിഷൻ ഉണ്ടാക്കിയത് നരേന്ദ്രമോദിയല്ല, അവിടെ SDPI തന്നെ ഉണ്ടാക്കിയത്. അതുപോലെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് അവിടെ കടന്നു വന്നു. സ്വത്വബോധം, KEN കുഞ്ഞഹമ്മദ് പറയുന്നവരുള്ള സ്വത്വബോധം അവിടെ കടന്നു വന്നു. അതോടുകൂടി PC ജോർജ് ക്രിസ്ത്യാനിയാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നുള്ള രീതിയിലായി വെറുപ്പും വേർതിരിവും വോട്ടിംഗ് പാറ്റേണും ആ രീതിയിലായി മാറി. അപ്പോൾ ഉറപ്പിച്ചു മുസ്ലിങ്ങളിൽ അടിയുറച്ചു വിശ്വസിപ്പിച്ചു, ഞാൻ സഹായിച്ച ഈ മുസ്ലിം സഹോദരങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് തരും എന്ന്. തോറ്റുപോയ ഒരു തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അതിൽ അദ്ദേഹം 2021 ഒരു 6000 വോട്ടെങ്കിലും അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടണം. പക്ഷേ 2016 വിജയം എന്ന് പറയുന്നത് മറ്റ് രണ്ട് മുന്നണികളെ മാറ്റി നിർത്തി അദ്ദേഹം ഒറ്റയ്ക്ക് നേരിടുന്നതാണ്. ഞാനത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോയിരുന്നു. എന്ത് ആരവമാണെന്നറിയാമോ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞു PC ജോർജ് വിജയിച്ചു. അത്ര ജനപിന്തുണയാണ്. ഇദ്ദേഹം ഇങ്ങനെ പൂഞ്ഞാറിലൂടെ ഇങ്ങനെ നടന്നൊക്കെ പോകുമ്പോൾ ഈ ഒരു ആനയെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയിലാണ് ശരീരപ്രകൃതവും വാക്ചാതുര്യവും. EP ജയരാജൻ പറഞ്ഞത് ആന ഇറങ്ങും എന്ന് പറഞ്ഞത്, കോട്ടയത്ത് ആന ഇറങ്ങുന്നുണ്ട് എന്ന്. ഇടുക്കിയിലും അത് വയനാട്ടിലുള്ള ആനകളെല്ലാം ഇങ്ങോട്ട് ഇറങ്ങുമെന്ന്. അത് PC ജോർജ് പോകുന്ന കണ്ടിട്ടായിരിക്കും അദ്ദേഹം എന്ന്. അതെ. എന്നിട്ട് ഇദ്ദേഹം അങ്ങനെ പോകുന്ന വഴിക്ക് ഈ എല്ലാവരുടെയും കടകളിലൊക്കെ കയറും, വർത്തമാനം പറഞ്ഞ് ഉടനെ ചായ കുടിക്കുന്നു, എവിടുന്നും ഭക്ഷണം കഴിക്കുന്നു. ചിലരുടെ ഒക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ നടത്തുന്ന കടകളിലൊക്കെ അവിടെ ക്യാഷ് കൗണ്ടറിലോട്ട് കയറിയിരിക്കും. ആ മാനേജർ ഇറങ്ങി കൊടുക്കും. കൗണ്ടറിൽ കയറിയിരുന്ന് ചായയും കുടിച്ച് സിഗരറ്റും ഒക്കെ വലിച്ചിരുന്ന് അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞ് പോകുന്ന ഒരു പ്രകൃതമായിരുന്നു എന്നുള്ളതാണ്. അത് ദൂരദർശനിൽ തന്നെ വന്നില്ല. അദ്ദേഹം വളരെ നേരത്തെ തന്നെ വരും, നമ്മളുമായിട്ടൊക്കെ ആശയവിനിമയമൊക്കെ നടത്തും, കാര്യങ്ങളൊക്കെ പറയും. പുതിയ കാര്യങ്ങളും തനിക്കറിയാവുന്ന പറഞ്ഞു തരും. അല്ല കൃത്യസമയത്ത് ചാടിക്കയറിയൊന്നും നമുക്ക് തലവേദന ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. വളരെ മുമ്പേ തന്നെ വന്നിരുന്ന്
അദ്ദേഹം പുതിയ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി വരും, ക്ലാസ് എടുക്കാൻ വേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ ശരിയോ ചീത്തയോ എന്നുള്ളതല്ല, നമ്മളതല്ല നോക്കുന്നത്. ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാൻ, ആശയങ്ങളിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ നടന്നത് എന്താ? ഈ ചാനലുകൾ വന്നില്ലായിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ചാനലുകളിൽ വന്നിരുന്നിട്ട് അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി വിഷയങ്ങൾ ഇട്ട് കൊടുക്കും, എല്ലിട്ട് കൊടുക്കും, എല്ലിന് വേണ്ടിയുള്ള കടിപിടി കൂടും. അതാണ് സംഭവിക്കുന്നത്. ആ കടിപിടി കൂടിയ കൂട്ടത്തിൽ ഈ എല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കടി കൊടുത്തു കാണും PC ജോർജ്. അതാണ് സംഭവിച്ചത്. ഇതത്ര വലിയ വളരെ എന്താ പറയുന്നത്, വേർബൽ ഡയറിയ എന്നാണ് ഈ അന്ത്യ ചർച്ചകൾക്ക് ഇട്ടിരിക്കുന്ന പേര്. വേർബൽ ഡയറിയ. യാതൊരു പ്രയോജനവും. എല്ലാ ദിവസവും ഓരോ വിഷയം ഇട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷയം കണ്ടെത്താനാണ് പ്രയാസം. വിഷയമുണ്ടെങ്കിൽ ചർച്ച നടത്തുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രീതി. ഇതങ്ങനെയല്ല. ചർച്ച ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു വിഷയം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്ന ചർച്ചകൾക്ക് മാർക്കറ്റിംഗ് കൂട്ടണം, മത്സരം. ഇത്രയും ചാനലുകളുണ്ടല്ലോ, ആ സമയത്ത് എല്ലാ ചാനലിലും ചർച്ച നടക്കുക. അപ്പോൾ അവൻ്റെ ചാനലിനേക്കാൾ എനിക്ക് കൂടുതൽ ആളുകളെ മാർക്കറ്റിലേക്ക് എത്തിക്കണമെന്നുള്ള വാശിയോടുകൂടി ചില വിഷയങ്ങളിട്ടിട്ട് ഈ തമ്മിൽ തല്ലിയ പണ്ട് ഈ മോഡറേറ്റർ അല്ലെങ്കിൽ ആങ്കർ അത് നിയന്ത്രിക്കും. അതിനാണ് ഈ ആങ്കർ ഇരിക്കുന്നത്. ഇത് മറന്നുകൊണ്ട് ആങ്കർ അത് ഇതിങ്ങനെ എരുതിയിലേക്ക് എണ്ണയൊഴിച്ചുകൊണ്ട് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ട് PC ജോർജിൻ്റെ നാവ് എന്ന് പറയുന്നത് ആർക്കും കൂച്ചു വിലങ്ങിടാൻ പറ്റാത്ത ഒരു നാവാണ്. ആ നാവ് ഉപയോഗിച്ച് പ്രകോപനം വന്നു കഴിഞ്ഞാൽ ആഞ്ഞടിക്കും അദ്ദേഹം. ഒരു വർഗീയവാദിയാണ് PC ജോർജ് എന്ന് പറഞ്ഞു. അതിന് കൊടുത്ത മറുപടിയാണ് PC ജോർജ് പറഞ്ഞത്. അപ്പോൾ ഈ കോടതി നോക്കുമ്പോൾ ഈ പറഞ്ഞ വാക്ക് മാത്രം എടുത്തു വെച്ചാണ് അവർ നോക്കുന്നത്, അല്ലാതെ ആ ഡിബേറ്റ് മുഴുവൻ എടുത്തു വെച്ചല്ല. ആ വാക്ക് പറയാൻ പാടില്ലാത്തതായിരുന്നു. നമുക്കറിയാമല്ലോ, ദൂരദർശനിൽ തന്നെ ഇദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനെ കഴുത എന്ന് പരാമർശം ഉന്നയിച്ചു. കഴുത. അപ്പോൾ അദ്ദേഹം അത് കഴുത, ഞാൻ പലതവണ പറഞ്ഞു, കഴുത എന്നുള്ള പരാമർശം പിൻവലിക്കാതെ നമുക്ക് ഈ ചർച്ച തുടരാനാവില്ല. അവർ സ്റ്റേറ്റ്മെൻറ്റ് വന്നു ചർച്ചയ്ക്ക്. എങ്കിലും അവസാനം ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരി ഞാനത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് ചർച്ച തുടർന്നു. ആ തരത്തിൽ ഇതിൽ ഒരു മോഡറേറ്റർ എന്നുള്ള നിലയിൽ ആ മോഡറേറ്റർക്ക് ഇത് ചെയ്യേണ്ട ബാധ്യതയുണ്ട്. അദ്ദേഹം ഇതിൽ പ്രതിയാണ്, ശരിക്കും പ്രതി തന്നെയാണ്. വിളിച്ചു ആരാ? ഇതിൽ പ്രകോപിപ്പിച്ചത് ആരാ? അതിൽ ഇടപെടാതെ നോക്കിയിരുന്ന ആരാ? മോഡറേറ്റർ എന്താ റോൾ? എന്താ? ചാനൽ മാനേജർക്ക് റോളില്ലേ? ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ ആ സ്റ്റേഷൻ മാനേജർക്ക് അതിൽ ഉത്തരവാദിത്വമില്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? അവിടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അത്യാഹിതം ഉണ്ടായപ്പോൾ അവിടെ റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്നല്ലേ പറഞ്ഞത്? അല്ലാതെ ആ മരിച്ച ജനങ്ങൾ അതിന് ഉത്തരവാദികളാണ്, അവരെ അറസ്റ്റ് ചെയ്യണമെന്നാണോ പറഞ്ഞത്? അച്ചടക്കമില്ലാതെ ഓടിയ ആൾക്കാരെയാണോ കുറ്റം പറഞ്ഞത്? ഈ ആളുകൾ ചവിട്ടിക്കൊന്നാണ് ചത്തത്. ചവിട്ടിയവർക്കാണോ ഉത്തരവാദിത്വം പറഞ്ഞത്? ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയ ആൾ എന്നുള്ള നിലയിൽ ആ ചാനൽ മാനേജർക്കും ഇത് ആങ്കർ ചെയ്ത ആളും പ്രതിയാവേണ്ടതാണ്. അവരെയും പിടിച്ച് റിമാൻഡ് 14 ദിവസം ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഈ വർഗീയ വിഷങ്ങൾ ഇങ്ങനെ ജനങ്ങളുടെ ചെവിയിലെത്തുന്നതിൽ നിന്ന് നമുക്ക് ഈ സമൂഹത്തെ വിലക്കാൻ കഴിയത്തുള്ളൂ. ഈ പൂഞ്ഞാറിൽ ഈ മുസ്ലിം സമുദായത്തിലുള്ളവർ പറയുന്നത്, ഇദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞുകൊണ്ട് നടന്നു, ഞാൻ BJP-യിലായി, ഞാൻ കേന്ദ്രമന്ത്രി ആകും എന്നൊക്കെ പറഞ്ഞ്, ഇതൊക്കെ ചുമ്മാ വർഗീയത പറഞ്ഞു വരുത്തുന്നതാണ്. ചുമ്മാ വർഗീയത. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ PC ജോർജിന് ഈ മുസ്ലിം സമുദായത്തിലുള്ളവരെ ചേർത്ത് നിർത്തിയാൽ അത് BJP-ക്ക് അത് ഗുണമല്ല ചെയ്യുന്നത്. പിന്നെ അല്ലാതെ ഇതൊക്കെ ചുമ്മാതെ ഈ വർഗീയ ചിലർ മതത്തിൻ്റെ പേരിൽ മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യത്തുള്ളൂ എന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നു. SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിൻ്റെയും വരവോടുകൂടി. അപ്പോൾ അതൊരു ശരിയായ പ്രചാരണമല്ലല്ലേ? ഈ ഇങ്ങനെ ശരിയായ പ്രചാരണമല്ല. ഞാൻ രാജ്യസഭ മന്ത്രി, ഇദ്ദേഹത്തിൻ്റെ മകൻ അങ്ങനെ ആകുമെന്ന് പ്രതീക്ഷ കാണും. ഇദ്ദേഹത്തിന് ഒരിക്കലും കേരള രാഷ്ട്രീയം വിട്ടു പോകണമെന്നുള്ള ആഗ്രഹമില്ലാത്ത ആളാണ്. ഇത് ഞാൻ കേന്ദ്രത്തിൽ മന്ത്രിയാവും എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു എന്നൊക്കെ ചുമ്മാ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുകയാണ്. കേരള കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് തന്നെയാണ്, ശരിക്കുള്ള കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷേ SDPI ഒക്കെ വന്നതോടുകൂടി അദ്ദേഹം മുസ്ലിമായിട്ട് മാറി. അവിടെയാണ് കേരള കോൺഗ്രസ്സുകാരനല്ലാതെ മാറി. എന്നിട്ട് നടത്തുന്ന കള്ളപ്രചാരണ വേലകളാണിത്. PC ജോർജ് അങ്ങനെ ഒരിക്കലും പറയുകയില്ല. അപ്പം പൂഞ്ഞാറിനെ വിട്ടുപോകാൻ അദ്ദേഹത്തിന് ഒരിക്കലും ആഗ്രഹമില്ലായിരുന്നു. പൂഞ്ഞാറിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കണമെന്നുള്ള ആഗ്രഹമേ ഉള്ളായിരുന്നു അദ്ദേഹത്തിന്. പൂഞ്ഞാറിനെ അത്രമേൽ സ്നേഹിച്ചു. KM മാണി പാലാ വിട്ട് എവിടെയെങ്കിലും പോകുമായിരുന്നു. മുഖ്യമന്ത്രിയാവണമെന്ന് പറഞ്ഞു, പക്ഷേ പാലയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് മുഖ്യമന്ത്രിയാവുക ചെയ്യുക. മനസ്സിലായില്ലേ? ആ കേന്ദ്രമന്ത്രി പദത്തിൽ അദ്ദേഹത്തിന് ജോസ് കെ മാണിയേക്കാൾ എത്രയോ മുമ്പേ എത്താമായിരുന്നു. ആഗ്രഹിച്ചിട്ടില്ല. കാരണം ആ മണ്ഡലങ്ങളെ അത്ര മേൽ സ്നേഹിക്കുന്ന വ്യക്തികളാണ് അവർക്ക്. അതിൻ്റെ കാര്യങ്ങൾ അറിയാതെ വെറുതെ കണ്ട് ഇദ്ദേഹത്തിനെക്കുറിച്ചാണ് കേന്ദ്രമന്ത്രിയാവുന്ന, ഇദ്ദേഹത്തിന് പണം ഉണ്ടായപ്പോൾ ഇദ്ദേഹം മാറിയത് PC ജോർജ് അല്ല, അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന അവിടുത്തെ മുസ്ലിം സഹോദരന്മാർ തന്നെയാണ്. അവരിൽ ആരോ വർഗീയ വിഷം കുത്തിവെച്ചല്ല, അത്
വിഷമെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി മതിയല്ലോ, കനലൊരു തരി എന്ന് പറയുന്ന പോലെ നഞ്ചെന്തിനാ നന്നായി. അത് ശരിക്കും ക്ലിക്ക് ചെയ്തു. അവിടെ ഇതാപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ്. ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിക്കുന്നില്ലേ, പള്ളിപ്പറമ്പത്ത് ബൈക്ക് റേസ് നടത്തുന്നില്ലേ, കാർ റേസ് നടത്തുന്നില്ലേ. അപ്പോൾ ആ രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. PC ജോർജ് മറ്റൊരു മതക്കാരൻ, നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മുടെ മതക്കാർക്ക് എന്നുള്ള ചിന്തയല്ലേ ഏറ്റവും വലിയ വർഗീയ വിദ്വേഷം. അല്ല, ആ ചിന്ത വന്ന ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ? അവരെ പിടിച്ച് റിമാൻഡിലിടാൻ കഴിയുമോ? ആ പഴയ ജനപ്രീതി PC-ക്ക് ഇനി തിരിച്ചു കിട്ടുക ബുദ്ധിമുട്ടുള്ള കാര്യമായി. BJP-യുടെ വലിയൊരു സാന്നിധ്യം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്. തീർച്ചയായിട്ടും BJP മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കൂടെ. തീർച്ചയായിട്ടും BJP ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുകയില്ല. BJP-യുടെ നേതൃത്വം കേരളത്തിലെ മോശമാണെങ്കിൽ കേന്ദ്രം ഇത് കാണുക തന്നെ ചെയ്യും. നമുക്കറിയാവുന്ന പോലെ PC ജോർജിനേക്കാൾ വലിയ വർഗീയ വിദ്വേഷം ഇവിടെ പരത്തുന്ന, ഇതുപോലെ ഒരു വിടുവായത്തം പറയുന്ന ആളായതുകൊണ്ട് PC ജോർജ് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയല്ലാതെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ വിഷം പരത്തുന്ന പലരും ഉണ്ടല്ലോ കേരളത്തിൽ. അങ്ങനെ പലരുമുണ്ട്. ഈ PC ജോർജ് അവിടെ ചാനലിൽ പറഞ്ഞത് കേസാക്കി കൊടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ അതിനേക്കാൾ രൂക്ഷമായിട്ട്, അതിരൂക്ഷമായിട്ട്, അതിതീവ്രമായിട്ട് വർഗീയ വിദ്വേഷം വളർത്തിക്കൊണ്ടിരിക്കുന്ന പലരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വന്ന് തീപ്പൊരി ചിതറുന്നുണ്ട്. മദനി ഉണ്ടല്ലോ, നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതെ, ആ മദനിയുടെ പ്രസംഗങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ സ്പേസിൽ അവൈലബിൾ ആണ്. ഒന്നെടുത്തു നോക്കൂ. എന്ത് തരത്തിലുള്ള ഹിന്ദു മുസ്ലിം വൈരം ഉണ്ടാക്കുന്ന പ്രസംഗങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ സ്പേസിൽ ഇപ്പോഴും ഉണ്ട്, ധാരാളമായിട്ടുണ്ട്. PC ജോർജ് അതിൻ്റെ പരിയാമ്പുറത്തെത്തില്ല. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടക്കട്ടെ, ഇവരെല്ലാം ജയിലിന് പുറത്തും, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഇവിടെ നമുക്ക് PC ജോർജ് മാത്രമാണ് വർഗീയ വിദ്വേഷം പരത്തുന്നത്, മറ്റുള്ളവരെല്ലാം പരിശുദ്ധന്മാർ എന്ന് കരുതാൻ നമുക്ക് ന്യായമില്ല. സാന്ദർഭികമായിട്ട് ആ ചാനൽ മാനേജറുടെ കഴിവുകേട് കൊണ്ട് ഇദ്ദേഹത്തിന് ഈ ഗതി പറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തന്നെയല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം സമുദായത്തെ ദ്വേഷിച്ചാൽ മാത്രമേ അത് വർഗീയ വിദ്വേഷമാകൂ. കുംഭമേളയെ മൃത്യുമേളയെന്ന് പറഞ്ഞാലും, അവിടുത്തെ വെള്ളം വിശുദ്ധമല്ല അശുദ്ധമാണ് എന്ന് പറഞ്ഞാലും ഒരിക്കലും അത് വർഗീയ വിദ്വേഷമാവുന്നില്ല. അതേസമയം ഹജ്ജിനെക്കുറിച്ച് അത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ തീവ്രമായിട്ടുള്ള മതവിദ്വേഷമായിട്ട് കണക്കാക്കപ്പെടും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, ഹിന്ദു മതത്തിലെ ഈ കാര്യങ്ങളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നത് മുസ്ലിങ്ങളല്ല, മറിച്ച് ഹിന്ദുക്കൾ തന്നെയാണ് എന്നുള്ള ആ വ്യത്യാസവും നമ്മൾ ഉൾക്കൊള്ളണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.